ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ കറിയായ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. വിഷു ഒക്കെ അടുത്ത് വരികയാണല്ലോ, അപ്പോൾ നമുക്ക് വിഷു സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു മത്തങ്ങ എരിശ്ശേരി റെസിപ്പിയാണിത്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചത്, വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. വൻപയർ ഞാനിവിടെ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ രാത്രി തന്നെ കുതിർത്ത് വെക്കാം, എന്നിട്ട് രാവിലെ കുക്ക് ചെയ്താലും മതി. വൻപയർ കുക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും, അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇത് അരപ്പിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: തേങ്ങാപ്പീര, പച്ചമുളക്, ഉള്ളി, ചെറിയ ജീരകം. ഇത് കറിക്ക് കടുക് പൊട്ടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: കടുക്, കറിവേപ്പില, ഉണക്കമുളക്, തേങ്ങാപ്പീര, ആവശ്യത്തിന് എണ്ണ. ആദ്യമായി വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ വെള്ളമെല്ലാം കളഞ്ഞ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ച് വൻപയർ വേവിച്ചെടുക്കണം. ഒരു കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ ആയതുകൊണ്ട് ഒരു 3-4 വിസിൽ വരുമ്പോൾ ഇത് വെന്ത് കിട്ടും. വൻപയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പുണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജീരകവും പച്ചമുളക്, ഉള്ളിയും ഒരു 2-3 സ്പൂൺ വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കണം. ഇത് കൂടുതൽ അരഞ്ഞു പോകണ്ട, ഒരു ചട്നിയുടെ പാകത്തിൽ അരച്ചെടുത്താൽ മതി. തേങ്ങ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. 2-3 വിസിൽ വന്നു കഴിഞ്ഞ് കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. വൻപയർ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വൻപയർ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വേവിച്ചെടുത്താൽ മതി. ഇനി വേവിച്ചെടുത്ത വൻപയർ ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ മത്തങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത മത്തങ്ങ നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ചെറിയ തീയിൽ വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ തിളപ്പിക്കണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ വറുത്തെടുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൊതിയൂറും രുചികരമായ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ വരുന്ന വിഷുവിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ സദ്യ വിഭവങ്ങളായി നമുക്ക് കാണാം. താങ്ക് യു.